ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാസർഗോഡ് നിന്നുള്ള ഒരു വാർത്തയാണ്. അതായത് നവവധു ജീവനൊടുക്കി 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട് ആസിഡ് കുടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും മുന്നിലൊക്കെ വിളിച്ചിട്ടാണ് ആസിഡ് കുടിച്ചത്. ഞാൻ ആസിഡ് കുടിക്കാൻ പോകുന്നത് ഒരാൾ പോലും പിടിച്ചു മാറ്റാനോ ഒന്നിനും പോയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കേണ്ടത് അവരാവശ്യമാണ്. അത് എങ്ങനെയെങ്കിലും കുടിച്ചോ ഒഴിവാകട്ടെ, നമുക്ക് അടുത്ത കല്യാണം കഴിക്കാലോ. കാരണം എന്താ, ഇവിടെ നിന്നുള്ള സ്വർണം ആ കുട്ടി പ്രതീക്ഷകൾ തെറ്റിച്ചു. അതൊരു സ്വർണം പോലും കൊടുക്കുന്നില്ല ഭർത്താവിൻ്റെ വീട്ടുകാർക്ക്. അതായത് അതിന് കൊടുത്ത സ്വർണം ഇത് എനിക്കുള്ളതാണ്, ഇത് ഞാൻ വേറെ ആർക്കും കൊടുക്കത്തില്ല എന്ന് ആ പെൺകുട്ടി തങ്ങൾക്ക് വേണമെന്ന് ഭർത്താവിൻ്റെ വീട്ടുകാർ ഒരിക്കലും തരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ് 1 വർഷമായിട്ടും തന്നെ ആ വീട്ടിൽ നിരന്തരമായിട്ട് കലഹങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആസിഡ് കുടിച്ചത്. അങ്ങനെയാകുമ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞ ഇത് കൊലപാതകം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുടിക്കാൻ വേണ്ടിയിട്ടല്ലേ ആരെങ്കിലും അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവുക. അതായത് ഈ പെൺകുട്ടി എങ്ങനെയെങ്കിലും നിർത്ത് കുടിക്കട്ടെ, കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യത തീർന്നല്ലോ, നമുക്ക് വേറെ കല്യാണം കഴിക്കാലോ എന്നുള്ള ഇതിൽ മാത്രം ഒരു കാര്യം നിങ്ങളോട് പറയാം. അതായത് ചില സ്ഥലത്തുള്ള കല്യാണ ഘോഷയാത്ര മാമാങ്കങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ, അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഈ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ കല്യാണം കഴിക്കുന്നത് എന്ന് പോലും തോന്നിപ്പോവാറുണ്ട്. ഇതുപോലെയുള്ള കൂതറകൾക്കല്ലേ പെൺപിള്ളേരെ പിടിച്ചു കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം കാസർഗോഡായാലും കണ്ണൂരായാലും ഇനി കേരളത്തിൻ്റെ ഏത് സ്ഥലങ്ങളിലായാലും നിങ്ങളൊരു കാര്യം ആലോചിക്കുക. ഇങ്ങനെ ആർഭാടപരമായിട്ട് വിവാഹം കഴിപ്പിച്ചു വിട്ടവരൊക്കെ സന്തോഷത്തിലാണോ ജീവിക്കുന്നത്? ഒരിക്കലും അല്ലാന്നേ ഞാൻ പറയുള്ളൂ. അതായത് അവരോടൊക്കെ നിങ്ങൾ ഇപ്പോഴും പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഗതിയില്ലാതെ ഗതിമുട്ടിയിട്ട് നിൽക്കുന്നവരായിരിക്കും പലരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പളപള മിന്നുന്ന ഇതും കണ്ടിട്ട്, അതായത് വലിയ സാമ്പത്തിക നേട്ടങ്ങളും ഇതെല്ലാം പ്രതീക്ഷിച്ചു കൊണ്ടാണ് പലരും കല്യാണം കഴിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് വധുവിനൊന്നുമില്ല, ഇവൾ മാത്രമേ ഉള്ളൂ, ഇവളുടെ മുഞ്ച് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുമ്പോഴാണ് അവിടെ കലഹങ്ങൾ തുടങ്ങുന്നത്. അതായത് പലരുടെയും ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികം തന്നെയാണ് കല്യാണം കഴിക്കുമ്പോൾ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇപ്പോഴും തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ സ്വർണം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് തങ്ങളുടെ കടബാധ്യതകൾ തീർക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും കൂടി അതിൻ്റെ അകത്തുണ്ട്. പല രക്ഷിതാക്കളും പല പെൺകുട്ടികളുടെ രക്ഷിതാക്കളും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരൻ്റെ വീട്ടിലുള്ള കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് തൻ്റെ മകൾക്ക് സ്ത്രീധനം കൊടുക്കുക. അതാണ് ചെയ്യുന്നത്. ഇപ്പോഴും പലരും ചെയ്യുന്നുണ്ട് അതുപോലെ. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് അവൻ്റെ വീട്ടിലെ അവൻ്റെ കുടുംബത്തിലെ കടം, അവൻ്റെ പെങ്ങന്മാരെ കെട്ടിച്ചുവിട്ട കടം, ഇതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് വേറൊരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് അതിൻ്റെ സ്വർണ്ണങ്ങൾ മുഴുവൻ കൊണ്ടുപോയിട്ട് വിൽക്കുക, അതിൻ്റെ സ്വർണ്ണങ്ങൾ മുഴുവൻ നശിപ്പിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കടം വീട്ടുക. അതാണ് പല സ്ഥലങ്ങളിലും നടക്കുന്നത്. അതുകൊണ്ടല്ലേ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നല്ല. അതായത് ചില തന്തമാർക്കെന്ന് പറഞ്ഞാൽ അധ്വാനിക്കാൻ മടിയാണ്, അവർ കുടുംബത്തിന് വേണ്ടി ഒന്നും അധ്വാനിക്കൂല, എല്ലാം നല്ല രീതിയിൽ തിന്ന് പൊട്ടടിച്ച് ജീവിക്കുവായിരുന്നു. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാവില്ല, ഒരു തേങ്ങാക്കോലി ഉണ്ടാവില്ല പെൺമക്കളുടെ കല്യാണം നടത്താൻ. എവിടെ നോക്കിയോ കടവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കും. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മകനാണ്, അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് പിന്നെ ഈ കടം തീർക്കാൻ വേണ്ടി നോക്കും. അങ്ങനെയാണ് എന്ന് എനിക്ക് തോന്നുന്നു കാസർഗോഡ് ഈ ഒരു സംഭവം നടന്നത്. നിരന്തരമായിട്ട് നിന്റെ സ്വർണം ഞങ്ങൾക്ക് വേണമെന്ന് ഭർത്താവിൻ്റെ വീട്ടുകാർ ശാഠ്യം പിടിക്കുന്നുണ്ട്. അത് ഈ കുട്ടി അവരുടെ വീട്ടുകാരെ അറിയിച്ചോന്ന് എനിക്കറിയില്ല. ഏതായാലും ആ കുട്ടി കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ തരില്ല എന്ന് തന്നെ. അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്ന കുട്ടി എങ്ങനെയാണ് ആസിഡ് കുടിക്കുന്നത്? അതാണ് എൻ്റെ ചോദ്യം. അതായത് അവർ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിന്നവരാണ്. അവരല്ലാതെ ഭയന്നോടിയവരോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പിന്നെ അയ്യോ ഇനി എങ്ങനെ ജീവിക്കും എന്നൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കഥ വിശ്വസിക്കരുത് മക്കളെ. ഈ കഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം കൊലപാതകം തന്നെയാണെന്ന്. പക്ഷേ അതിനൊന്നും ചിലപ്പോൾ തെളിവില്ല, അല്ലെങ്കിൽ വേറെ ഒന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ടൊക്കെ പിടിപാടുള്ളവരായിരിക്കും, പിന്നെ ഏതെങ്കിലും ഒരു ഈർക്കിളി പാർട്ടിയുടെ പിടിപാടുണ്ടാകും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള കേസുകളൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അധികം വരാറില്ല. ഏതായാലും ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി സ്ട്രോങ് ആയിട്ട് നിന്ന് അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മരിച്ചു എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, ഒരു കാരണവശാലും വിശ്വസിക്കാൻ കഴിയില്ല. പിന്നെ ചില ആൾക്കാരൊക്കെ ഇല്ലേ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആരും മരിച്ചു കഴിഞ്ഞാലും ഇവരുടെ അതായത് കുടുംബത്തിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പല കഥകളും പറയും. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടാകും. അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ കുടിക്കടി എന്ന് പറഞ്ഞിട്ടുണ്ടാകും.
അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, മുന്നിൽ വെച്ച് കൊണ്ട് കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ അതെടുത്ത് കുടിച്ചിട്ടുണ്ടാവും. ആരിക്കാ പോയത്? ആ ഒരു യുവതിയുടെ അച്ഛനും അമ്മയ്ക്കും അല്ലേ പോയത്. അതുമാത്രമല്ല, സ്വർണത്തിന് ഇത്രയും പിടിവലി നടത്തിയിട്ടും അത് കൊടുക്കാതെ സംരക്ഷിച്ച ആ ഒരു യുവതി എന്തിനാണ് പിന്നെ ആസിഡ് കുടിച്ചത്? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്നത്തെ കല്യാണമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബലൂണ് പോലെയാണ്. ഏത് നിമിഷവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. അല്ലാതെ ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പളവള ജീവിതം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മറ്റേ ആനേൻ്റെ ചെവി പോലെയുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ അവനങ്ങ് കെട്ടിച്ചു കൊടുക്കുക. അവനെന്തോ പരിഷ്കാരിയാ. നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ്റെ അകത്ത് കുഞ്ചം വരുന്നില്ലേ പെണ്ണ് കാണാൻ, അതുപോലെയാണ് ചിലതൊക്കെ എനിക്ക് തോന്നാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നുമക്കളെ, ജാതി ഏതായാലും വേണ്ടിയില്ല, ഇനി മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അതുപോലെ ഹിന്ദു ആയാലും വേണ്ടിയില്ല, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മനുഷ്യനാണോ, അവൻ്റെ കുടുംബക്കാർ മനുഷ്യനാണോ? കാരണം എനിക്ക് തോന്നുന്നത് ഈ ഒരു കല്യാണം നടന്നത് അവൻ്റെ ആവശ്യമല്ല, അവൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യമാണ്. കാരണം നീ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് നിന്റെ ഭാര്യ കൊണ്ടുവരുന്ന സ്വർണം അത് നോക്കിയിട്ടാണ് ഇവൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ കാത്തിരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും ഈ മറ്റേ വൃത്തികെട്ട പരിപാടി ഉണ്ടല്ലോ, സ്ത്രീധനം ഇതുണ്ട്. അതുപോലെ തന്നെ കല്യാണത്തിന് വരുന്ന ആഡംബരങ്ങൾ, എൻ്റെ പൊന്നുമക്കൾ, അത് ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല കേട്ടാ. അമ്മാതിരി ആഡംബരങ്ങൾ. പിന്നെ എന്ന് പറഞ്ഞ ഒരു കല്യാണം കഴിഞ്ഞാൽ കുഴികുഴിച്ച് മൂടുന്ന ആഹാര സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. അതുപോലെ തന്നെ വേസ്റ്റാക്കുന്ന ആഹാര സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. അങ്ങനെ ആർഭാടപരമായിട്ടുള്ള കല്യാണം. കാരണം എന്താ, കുറഞ്ഞു പോകാൻ പാടില്ല. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നാളെന്ന് പറഞ്ഞാൽ വെളിയിലിറങ്ങാൻ നടക്കാൻ പറ്റൂല. അതായത് കുറഞ്ഞു പോയാൽ വലിയ പ്രശ്നമാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഇന്നത്തെ രക്ഷിതാക്കള്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ പറയുന്ന പോലെ കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്ന പോലെ ഇപ്പോഴെല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കുറേ പൈസ നമുക്ക് പൊടിക്കണം. അതിനു വേണ്ടിയിട്ട് ഏറ്റവും വലിയ ഓഡിറ്റോറിയം വേണം. അതുമാത്രം പോരാ, പളവളാ മിന്നുന്ന നല്ല പന്തലിടണം. വീട്ടിൽ ഒരുപാട് ലൈറ്റുകളൊക്കെ വേണം. പിന്നെ 2 വണ്ടി വേണം. രാത്രി ഗാനമേള വേണം. ഗാനമേളക്കാരൻ 60,000 കൊടുത്താലും ഒരു കുഴപ്പവുമില്ല. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചെറുക്കനെ ആനയിക്കാൻ, പെണ്ണിനെ ആനയിക്കാൻ എല്ലാവരും ഒരേ തരത്തിലുള്ള ഡ്രസ്സ് വേണം. ഇതൊക്കെയാണ് ഇപ്പോഴും മലയാളികളുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു കല്യാണം കൊണ്ട് ഇവരെന്ന് പറഞ്ഞ ഒരു ആയുസിൽ സമ്പാദിച്ചത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവാക്കും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വലിയ ആവശ്യമുണ്ടോ? പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമുക്കറിയാം, ഇനി പണ്ടത്തെ പോലെ നടക്കൂല. ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണത്തിന് നല്ല പന്തലിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ തന്നെ ഗാനമേള ഇല്ലെങ്കിലോ നാണക്കേടാണെന്നാണ് പറയുന്നത്. ഭക്ഷണമൊന്നും കുഴപ്പമില്ല, ഭക്ഷണം എത്ര കൊടുത്താലും കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ പന്തലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആഘോഷങ്ങൾ അത് വേണം, അത് നിർബന്ധമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്ന് കല്യാണം നടത്തിയിട്ട് പലരും കടക്കണിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ കല്യാണം നടത്തിയ പെൺമക്കൾ എല്ലാവരും വീട്ടിൽ നല്ല സന്തോഷത്തിലാണോ? ഒരിക്കലുമല്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടവും കടത്തുമ്പിൽ കടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇതുപോലെയുള്ള ടോർച്ചറിങ്ങും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്വർണം വേണം എന്ന് പറഞ്ഞിട്ടുള്ള പിടിച്ചുപറിയും കാര്യങ്ങളൊക്കെ കൊണ്ട് അവരൊക്കെ ഗതിമുട്ടിയിട്ടാണ് ഉണ്ടാകുക. അല്ലെങ്കിൽ നിങ്ങൾ പോയി ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഈ വീഡിയോ കാണുന്നവർ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യും. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് സ്വർണത്തിന് വേണ്ടിയിട്ട് കടിപിടി കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും. നമുക്ക് നോക്കാലോ. നന്ദി, നമസ്കാരം.